ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഗെയിമിൻ്റെ വ്യൂ ആണ് ലൈക്ക് ഒരു ചെറിയ റിയലിസ്റ്റിക് ഫീൽ കിട്ടും. ഇതൊരു ബോഡി ക്യാം വ്യൂ നിന്നാണ്, അതിൻ്റെ ഒരു POV നിന്നാണ് ഈ ഗെയിം. അപ്പോൾ ഇത് PC-യിലും മൊബൈലിലും ഒക്കെ അവൈലബിൾ ആണ്, ആൻഡ്രോയിഡിലും iOS-ലും. ഓരോ പ്ലാറ്റ്ഫോമിലും നെയിമിൽ കുറച്ച് ചേഞ്ചസ് വരും. നിങ്ങൾ ഒരു ബോഡി ക്യാം ഷൂട്ടിംഗ് ഗെയിം എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗെയിമുകൾ കിട്ടും. അപ്പം ആൻഡ്രോയിഡിലും iOS-ലും ഉള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഗെയിം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഗെയിം ഒരു രക്ഷയില്ല. ഇത് നമുക്ക് ഈ സ്ക്രീനിലുള്ള ഇപ്പോൾ രണ്ട് ബട്ടണാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഈ രണ്ട് ബട്ടൺ നമുക്ക് ഇൻവിസിബിൾ ആക്കാം, ലൈക്ക് ബട്ടൺ ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് കറക്റ്റ് നമുക്കൊരു ആക്ഷൻ സിറ്റുവേഷനിൽ ലൈവായിട്ട് റിയൽ ലൈഫിൽ നടക്കുന്ന കണക്ക് ഒരു ബോഡി ക്യാം വിഷ്വൽസ് പോലെ ഫീൽ ചെയ്യും. ഇത് അതിൻ്റെ ഒരു വൈഡ് ആംഗിൾ വ്യൂ, അതാണ് ഇത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് മറ്റുള്ള എല്ലാ ഗെയിമിലെയും കണക്ക് തന്നെ ടീം ഡെത്ത് മാച്ച് അല്ലെങ്കിൽ ഡൊമിനേഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ ക്യാപ്ചർ ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് ഗണ്ണും ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പിസ്റ്റലാണ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള AR ഗൺസൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു ക്യാമറ ആംഗിൾ, അതിന് വരുന്ന ആ ഒരു ഡിസ്റ്റർബൻസ്, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ലൊക്കേഷൻ ഇതും സൂപ്പർ തന്നെയാണ്. ഫയറൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആക്കാം, മാനുവലും ആക്കാം. നമ്മൾ ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് ഫയർ ചെയ്യുന്ന രീതിയിലും ആക്കാം. ഞാനിവിടെ ഓട്ടോമാറ്റിക് അടുത്തേക്കുന്നത് കുറച്ചും കൂടെ ഇതിനു വേണ്ടി. മൊത്തത്തിൽ ഗെയിം ഒരു രക്ഷയില്ല. എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ആൻഡ്രോയിഡിൽ വേറെ പേരായിരിക്കും, iOS-ലും വേറെ പേരായിരിക്കും. ഇനി നിങ്ങൾക്ക് PC ഉള്ളവരാണെങ്കിലും PC-ലും വേറെ പേരായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു സ്റ്റൈൽ, ഈ ഒരു രീതിയിലുള്ള ഗെയിമിന് പറയുന്ന പേരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ബോഡി ക്യാം ഷൂട്ടിംഗ് ഗെയിം എന്നാണ്. ഓക്കെ, നമുക്കിവിടെ പറഞ്ഞ സമയത്ത് നമുക്ക് ടടി കിട്ടിയപ്പോൾ ക്യാമറ ഡിസ്റ്റർബൻസ് ആയതൊക്കെ വന്നു. കുറച്ച് ബുള്ളറ്റ് നമ്മുടെ അടുത്ത് കൊള്ളുകയെന്നുണ്ടെങ്കിൽ ക്യാമറ ഡാമേജ് ആയിരിക്കും, നമ്മളത് റിപ്പയർ ചെയ്യണം. ഗെയിം ഒരു രക്ഷയില്ല. നമ്മുടെ ടീമേറ്റിനെയൊക്കെ ഇത് കണക്കട്ടോ, ഒരു സ്ക്വയറിനകത്തിട്ട് കാണിക്കും നമ്മുടെ ടീമേറ്റിനെയൊക്കെ. അപ്പോൾ നമ്മുടെ ടീമേറ്റ് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഓക്കെ, നമുക്ക് ടടി കിട്ടുമ്പോൾ കേട്ടോ ക്യാമറ അങ്ങനെ ഡാമേജ് ആകും. അപ്പോൾ നമ്മൾ എനിക്ക് നമ്മുടെ ഫോൺ അടിച്ചു പോയതാവും. ആദ്യം കളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫോൺ തട്ടിപ്പോൾ എന്തെങ്കിലും പറ്റിയോ അങ്ങനെയൊക്കെ വിചാരിച്ച്. ഗെയിം ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് വേറെ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഈ ഒരു വീട്ടിൻ്റെ അകത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകും. അപ്പം അങ്ങനെയാണ്. ഓക്കെ, ഇതൊക്കെ റിയൽ പ്ലെയേഴ്സാണ്. നമുക്ക് വേറെ ഇത് ഓൺലൈനിൽ കളിക്കാൻ പറ്റും. അതൊരു കാര്യമാണ്. നമ്മുടെ ടീമേറ്റ് ഗ്രീൻ സ്ക്വയർ കളിക്കുന്നുണ്ട്. ഓക്കെ, അമ്മ ഇവിടെ ആണ് സ്പോണാകുന്നത്, അതാണ് കോമഡി. ഇവിടെ വന്ന് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. പിന്നെ നമ്മളിവിടെ ലൊക്കേഷൻ ക്യാപ്ചർ ചെയ്യേണ്ടതാണ്. ക്യാമറ റിപ്പയർ ചെയ്യണം. അല്ല, മേളിൽ റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ക്യാമറ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷ്വൽ ക്ലിയർ ആവും. സെറ്റാക്കി, ക്യാമറ സെറ്റാക്കി. ഓക്കെ, ഓക്കെ, വീണ്ടും ക്യാമറ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് PC ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, എനിക്ക് എൻ്റെ ക്യാമറ വ്യൂ ആണ് ഇഷ്ടപ്പെട്ടത്. ഇത് ചില ഇതിലൊക്കെ പക്ക ഒരു റിയൽ ഫീൽ കിട്ടും. അതാണ് നമ്മളിവിടെ ബ്ലോക്കായി, അതാണ് ഓടും ഭയങ്കര ഓടുക. ഓക്കെ, വീണ്ടും ക്യാമറ റീപ്ലേസ് ചെയ്തോ. ഓക്കെ, നിങ്ങൾക്ക് ക്യാമറ റീപ്ലേസ് ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഐ തിങ്ക് നമ്മൾ ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ടീമേറ്റാണ്. ഓടുമ്പോൾ ഉള്ള ക്യാമറയുടെ ഇത് എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് കേൾക്കുന്നു. ഓക്കെ, ഒന്നര ഇവിടെ എല്ലാത്തിനെയും കൊല്ലും. യെസ്, നമ്മൾ ജയിച്ചു ഫ്രണ്ട്സ്. അപ്പോൾ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.